ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി. ഫുട്ബോളിന്റെ താരരാജാവ് സാക്ഷാൽ ലയണൽ മെസ്സിയും മെസ്സിയുടെ ലോകം ജയിച്ച ഫുട്ബോൾ സംഘവും കേരളത്തിൽ പന്തു തട്ടാനെത്തുന്നു. സ്പോർട്സ് ലോകത്തെ പൊട്ടിത്തെറിയിലേക്ക് ഉണർത്തിയ ഈ വാർത്ത വന്നിട്ട് അധിക നാളുകളായിട്ടില്ല. ഇപ്പോഴിതാ നമ്മളെ ഏറെ ആനന്ദിപ്പിച്ച ആ വാർത്തയ്ക്കു പിന്നാലെ മറ്റൊരു നല്ല വിശേഷത്തിന്റെ സൂചന കൂടി വരുന്നു. മലബാറിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സിയെയും ടീമിനെയും അടുത്തു കാണാനായി കോഴിക്കോട് സർവകലാശാലയിൽ ഫാൻ മീറ്റ് നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് ആ വാർത്ത. അത് സത്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇന്ത്യക്കാരനായ പരിശീലകൻ എത്തിയിരിക്കുന്നു. ആഭ്യന്തര ലീഗിൽ പരിശീലകനായി പരിചയമുള്ള പേരെടുത്തിട്ടുള്ള ഖാലിദ് ജമീലാണ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ച്. ജമീലിന്റെ നേതൃത്വത്തിലിറങ്ങിയ ടീം തുടക്കം ഒട്ടുമേ മോശമാക്കിയതുമില്ല. കാഫ നേഷൻസ് കപ്പിൽ ആദ്യ 2 കളികളിൽ ടീം ഉജ്ജ്വല പ്രകടനമാണ് പുറത്തെടുത്തത്. ആദ്യ കളിയിൽ താജിക്കിസ്ഥാനെ തോൽപ്പിക്കുകയും അടുത്ത കളിയിൽ ഇറാനോട് പൊരുതി തോൽക്കുകയും ചെയ്തു. താജിക്കിസ്ഥാനെതിരായ ജയം ആവേശോജ്വലമായിരുന്നു. ആവേശപ്പോരിന്റെ തുടക്കത്തിൽ തന്നെ ടീം ലീഡെടുത്തു. പ്രതിരോധക്കാരൻ അൻവർ അലിയാണ് നിർണായകമായ ലീഡിലേക്ക് ടീമിനെ ഉയർത്തിയത്. മറ്റൊരു പ്രതിരോധക്കാരനും എപ്പോഴും വിശ്വസ്തനുമായ സന്ദേശ് ജിങ്കനാണ് ടീമിനായി 2ാം ഗോൾ നേടിയത്. അൻവർ അലിയുടെ പാസിലായിരുന്നു ജിങ്കന്റെ ഗോൾ. 70ാം മിനിറ്റിൽ ആതിഥേയർക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി തടഞ്ഞിട്ട് ഇന്ത്യൻ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് ടീമിന്റെ രക്ഷകനാവുകയും ചെയ്തു. ഒപ്പം എടുത്തു പറയേണ്ടതാണ് ടീമിലെ 2 മലയാളികളുടെ പ്രകടനവും. ആഷിഖ് കുരുണിയൻ മുന്നേറ്റങ്ങൾ മെനയുന്നതിൽ മികച്ചു നിന്നപ്പോൾ ആദ്യ മത്സരം കളിക്കുന്ന മുഹമ്മദ് ഉവൈസ് പ്രതിരോധത്തിൽ കോട്ടകെട്ടി അരങ്ങേറ്റം ഉജ്ജ്വലമാക്കി. 2ാം മത്സരത്തിൽ കരുത്തരായ ഇറാനോട് ടീം പൊരുതിയാണ് കീഴടങ്ങിയത്. സന്ദേശ് ജിങ്കൻ, അൻവർ അലി, രാഹുൽ ബക്കെ, മുഹമ്മദ് ഉവൈസ് എന്നിവർ പ്രതിരോധം കരുത്തോടെ കാത്തപ്പോൾ ഇടവേള സമയത്ത് സ്കോർ 0-0 എന്നാൽ 2ാം പകുതിയിൽ കളിയിലേക്ക് മടങ്ങിവന്ന ഇറാൻ അവസാന അരമണിക്കൂറിനിടെ 3 വട്ടം ഗോൾ നേടി കളി തങ്ങളുടെ വരുതിയിലാക്കി. ദേശീയ ഫുട്ബോൾ ആരാധകർക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് ISLന്റെ നടത്തിപ്പ് സംബന്ധിച്ചാണ്. കുറച്ചുകാലമായി സ്പോൺസർഷിപ്പ് സംബന്ധിച്ച് ആശങ്കകളായിരുന്നതിനാൽ മത്സരങ്ങൾ എപ്പോഴാണ് ആരംഭിക്കുക എന്നത് തീർച്ചയുണ്ടായിരുന്നില്ല. ഏതായാലും സുപ്രീം കോടതി സ്പോൺസർമാരെ കണ്ടെത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചതോടെ മത്സരങ്ങൾ ഡിസംബറിൽ ആരംഭിക്കും എന്നുറപ്പായി. തീർച്ചയായും നല്ല വാർത്ത തന്നെ. ഫുട്ബോളിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് വന്നാൽ കളം നിറഞ്ഞു തകർക്കുന്ന വിശേഷങ്ങൾ വരുന്നത് കേരളത്തിൽ നിന്നാണ്. അതെ, കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ തിരുവനന്തപുരത്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊച്ചി കുതിപ്പ് തുടരുകയാണ്. സഞ്ജു സാംസൺ പാടുകെട്ടുന്ന കൊച്ചി ഇപ്പോൾ 14 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. കാലിക്കറ്റും തൃശൂരും 10 പോയിന്റുകൾ വീതം നേടി സെമി ഫൈനൽ സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. 6 ടീമുകൾ കൊമ്പുകേർക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് ഉജ്ജ്വലമായ കളിവിരുന്നാണ് കാഴ്ചക്കാർക്കായി ഒരുക്കുന്നത്. അവസാനം കളിച്ച 4 കളികളിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും നേടിയ ഇന്ത്യൻ താരം ഏറ്റവും ഒടുവിൽ ആലപ്പിക്കെതിരെ തനി സ്വരൂപം പൂണ്ടത്. 41 പന്തിൽ 83 റണ്ണാണ് ഈ വലങ്കയ്യൻ നേടിയത്. തൃശൂരിനെതിരെ 62 പന്തിൽ 119 റണ്ണടിച്ച തിരുവനന്തപുരത്തിന്റെ ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദിന്റെ സെഞ്ചുറിയും ശ്രദ്ധേയമായി. എന്നാൽ ലീഗിൽ മാസ്മരിക പ്രകടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകടനം പുറത്തെടുത്തത് കാലിക്കറ്റിന്റെ സൽമാൻ നിസാറാണ്. 26 പന്തിൽ 86 റൺസാണ് സൽമാൻ നിസാർ ട്രിവാൻഡ്രത്തിനെതിരെ അടിച്ചുകൂട്ടിയത്. 12 തവണ പന്ത് അതിർത്തി വരയ്ക്കു മീതെ കൂടി തൂക്കിയ സൽമാൻ അവസാന 2 ഓവറുകളിൽ മാത്രം പറത്തിയത് 11 സിക്സറുകളാണ്. 19ാം ഓവറിൽ ബേസിൽ തമ്പിയെ ആദ്യ 5 പന്തിലും 6 പറത്തി. വൈഡും നോബോളും കണ്ട ഈ ഓവറിൽ 6 വട്ടം സൽമാൻ പന്ത് ഗാലറിയിലേക്ക് ഉയർത്തി. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ ഫൈനൽ വരെ എത്തിയ കേരളത്തിന്റെ കുതിപ്പിന് നിർണായകമായ പങ്കുവഹിച്ച സൽമാന്റെ ഫോം പുതിയ സീസണിലും കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അന്തർദേശീയ തലത്തിലും ചില ക്രിക്കറ്റ് വിശേഷങ്ങളുണ്ട്.
അതിലൊന്ന് ശ്രീലങ്കയുടെ ഇടങ്കയ്യൻ പേസർ ദിൽഷൻ മധുശങ്കയുടെ ഹാട്രിക്കാണ്. സിംബാബ്വെക്കെതിരെ അവസാന ഓവറിൽ ആദ്യ 3 പന്തിലും വിക്കറ്റെടുത്ത 24-കാരൻ ടീമിന് 7 റൺസിന്റെ ഉജ്ജ്വല വിജയവും സമ്മാനിച്ചു. മറ്റൊന്ന് ആസ്ട്രേലിയൻ പേസ് ബൗളർ മിച്ചൽ സ്റ്റാർക്ക് 2020-ൽ നിന്ന് വിരമിച്ചതാണ്. കുട്ടി ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നാലും സ്റ്റാർക്ക് ഏകദിനത്തിലും ടെസ്റ്റിലും തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും വിശേഷങ്ങളിൽ നിന്ന് ഇനി ഹോക്കിയിലേക്ക്. ഇന്ത്യൻ ഹോക്കി അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വന്നുവോ എന്ന പ്രതീക്ഷ ജനിപ്പിച്ചുകൊണ്ട് മികച്ച പ്രകടനം നടത്തി മുന്നേറുന്നു ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ ടീം. ആദ്യ റൗണ്ടിലെ 3 കളികളും അനായാസം ജയിച്ച ടീം സൂപ്പർ 4-ൽ കടന്നു കഴിഞ്ഞു. ചൈനയെയും ജപ്പാനെയും ആദ്യ മത്സരങ്ങളിൽ തോൽപ്പിച്ച ഇന്ത്യ കസാക്കിസ്ഥാനെ തകർത്തത് മറുപടിയില്ലാത്ത 15 ഗോളുകൾക്കാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ വിജയമായ 24-1 ജയത്തെ മറികടക്കുമോ എന്ന് പോലും തോന്നിപ്പിച്ചു. ഈ മത്സരത്തിൽ ഇന്ത്യക്കായി അഭിഷേക് 4 ഗോളുകൾ നേടിയപ്പോൾ സുഖ്ജീത്തും ജുഗ്രാജും 3 തവണ വലകുലുക്കി. ഇനി ടെന്നീസ് വിശേഷങ്ങളിലേക്ക് കൂടി പോയി വരാം. US ഓപ്പൺ ടെന്നീസിൽ സെമി ഫൈനലിലേക്ക് മുന്നേറി കായിക ലോകത്തിനെ ആകെ അതിശയിപ്പിച്ചിരിക്കുകയാണ് നൊവാക് ജോക്കോവിച്ച്. തന്റെ 38-ാം വയസ്സിൽ 53-ാം ഗ്രാൻഡ് സ്ലാം സെമിയിൽ കടന്ന ഈ സെർബിയക്കാരൻ കൈവരിച്ചത് ആധുനികകാല ടെന്നീസിൽ ആർക്കുമില്ലാത്ത അനുപമമായ നേട്ടമാണ്. നീണ്ട പോരാട്ടങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും അപ്രമാദിത്വം കാണിക്കാറുള്ള ജോക്കോവിച്ച് ക്വാർട്ടറിൽ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ മലർത്തിയടിച്ചത് അമേരിക്കയുടെ ടൈലർ ഫ്രിറ്റ്സിനെയാണ്. സെമിയിൽ മറ്റൊരു കരുത്തനും സ്ഥിരം എതിരാളിയുമായ കാർലോസ് അൽക്കാരസിനോടാണ് ജോക്കോ കൊമ്പുകോർക്കുന്നത്. ഇനി വീണ്ടും ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക്. ലോകത്ത് കോടിക്കണക്കിന് ആരാധകരെ ആനന്ദത്തിൽ ആറാടിക്കുന്ന വിവിധ ഫുട്ബോൾ ലീഗുകൾക്ക് പോയ വാരങ്ങളിൽ തുടക്കമായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ഫ്രഞ്ച് ലീഗ്, ഇറ്റാലിയൻ സീരിയ, ജർമ്മൻ ബുണ്ടസ് ലീഗ, സ്പാനിഷ് ലാ ലിഗ എന്നിവയെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ വമ്പന്മാരുടെ കുതിപ്പും വീഴ്ചയും ഫുട്ബോൾ ലോകം കാണുകയും ചെയ്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ വർഷത്തെ കിരീട നേട്ടത്തിൽ അവസാനിപ്പിച്ച പ്രകടനത്തിന് തുടർച്ച നൽകുകയാണ് ലിവർപൂൾ. ആദ്യത്തെ 3 കളിയും ജയിച്ച ആർനെ സ്ലോട്ടിന്റെ ടീം 9 പോയിന്റുമായി 1-ാം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ ദിവസം കിരീടപ്പോരിൽ നിഴൽ പോലെ ഒപ്പം തുടരുന്ന ആർസണലിനെ 1 ഗോളിന് മറികടന്നത് നിലവിലെ ചാമ്പ്യന്മാർക്ക് മുൻതൂക്കം നൽകി. 3 കളികളിൽ 2 ജയവും 1 സമനിലയുമായി മറ്റൊരു കരുത്തരായ ടീം ചെൽസിയാണിപ്പോൾ 2-ാമത്. എതിരാളികളുടെ ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 2 ഗോളിന് തോൽപ്പിച്ച് കഴിഞ്ഞ വാരം പോയിന്റ് പട്ടികയിൽ മുമ്പിലായ ടോട്ടനം ഹോട്ട്സ്പർ സ്വന്തം ഗ്രൗണ്ടിൽ ബോൺമത്തിനോട് തോറ്റ് 4-ാം പടിയിലേക്ക് ഇറങ്ങുന്നതിനും സാഹ്യം വഹിച്ചു പോയ വാരം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇതെന്തു പറ്റി എന്നാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കിരീട സാധ്യതയിൽ പോലും ഇല്ലാതെ സീസൺ അവസാനിപ്പിച്ച പെപ്പ് ഗാർഡിയോളയുടെ സംഘം ഇപ്പോൾ ആദ്യ 3 കളികൾ കഴിയുമ്പോൾ 3 പോയിന്റുമായി 13-ാം സ്ഥാനത്താണ്. വോൾസിനെ 4-0 തറപറ്റിച്ച് തുടങ്ങിയ മുൻ ചാമ്പ്യന്മാർക്കായി എർലിംഗ് ഹാലണ്ട് ഗോളടിച്ച് മികവ് കാണിക്കുന്നുണ്ട് എങ്കിലും ടീമെന്ന നിലയിൽ വേണ്ടത്ര ശോഭിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിയുന്നില്ല. അവസാനം കളിച്ച 2 കളികളിലും ഇത്തിഹാദുകാർ തോറ്റു. ടോട്ടനത്തോട് മറുപടിയില്ലാത്ത 2 ഗോളിനും ബ്രൈറ്റനോട് 1-നെതിരെ 2 ഗോളിനുമായിരുന്നു സിറ്റിയുടെ തോൽവി. സിറ്റി മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ കരുത്തുകാട്ടിയ ന്യൂകാസിൽ, ഫുൾഹാം, ആസ്റ്റൺ വില്ല ടീമുകളും തുടർ തോൽവികളോടെ അവസാന സ്ഥാനങ്ങളിലാണ്. അതേസമയം ഏറെ വർഷങ്ങളുടെ പുറത്തിരിപ്പിനും കാത്തിരിപ്പിനും ശേഷം പ്രീമിയർ ലീഗിൽ തിരിച്ചെത്തിയ സണ്ടർലാൻഡ് 3-ൽ 2 കളികളും ജയിച്ച് കുതിക്കുന്നുണ്ട്. ചില വമ്പൻ താരക്കൈമാറ്റ വാർത്തകൾ കൂടി പ്രീമിയർ ലീഗിൽ നിന്ന് വരുന്നുണ്ട്. അതിലൊന്ന് ന്യൂകാസിലിന്റെ സൂപ്പർ താരം, കഴിഞ്ഞ സീസണുകളിൽ ആ ടീമിന്റെ മുന്നേറ്റത്തിൽ നിർണായക സാന്നിധ്യവും ആയിരുന്ന അലക്സാണ്ടർ ഇസാക്കിനെ ലിവർപൂൾ ടീമിലെത്തിച്ചതാണ്. 1491 കോടി രൂപ നൽകിയാണ് ചാമ്പ്യന്മാർ ഈ വമ്പനെ തങ്ങളുടെ നിരയിലേക്ക് എത്തിച്ചത്. അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറില്ലാത്ത ലിവർപൂൾ ജർമ്മനിയിൽ നിന്ന് ഫ്ലോറിയൻ വിറ്റ്സിനെയും നെതർലാൻഡ് പ്രതിരോധ ഭടൻ ജെറമി ഫ്രിംഗ്പോങ്ങിനെയും കൂടാരത്തിൽ എത്തിച്ചു കഴിഞ്ഞു. മറ്റൊരു വിശേഷം ഇറ്റാലിയൻ ദേശീയ ടീമിന്റെ ഗോളി PSG യുടെ കരുത്തൻ ജിയാൻലൂജി ഡോണറുമയുടെ കൂടുമാറ്റമാണ്.
കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം നേടിക്കൊടുക്കാൻ ടീമിനായി പൊരുതിയ സൂപ്പർ കീപ്പറെ PSG റിലീസ് ചെയ്തപ്പോൾ അവസരം മുതലെടുത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഡോണറൂമയെ ടീമിലെത്തിക്കുകയായിരുന്നു. എഡേഴ്സൺ പോയ ഒഴിവിൽ ഇനി ഡോണറൂമ സിറ്റിയുടെ ഒന്നാം ഗോൾ കീപ്പറായി വലയം കാക്കും. ലാലിഗയിൽ ആദ്യ 3 കളികൾ പിന്നിട്ടപ്പോൾ റിയൽ മാഡ്രിഡും അത്ലറ്റിക് ക്ലബും ഒപ്പത്തിനൊപ്പം തുടരുന്നു. കഴിഞ്ഞ ദിവസം റിയൽ മലോക്കയെയും അത്ലറ്റിക് റിയൽ ബെറ്റിസിനെയും 2-1 എന്ന സ്കോർ നിരക്കിൽ തോൽപ്പിച്ചു. അതേസമയം ബാഴ്സലോണ ഇപ്പോൾ 4-ാം സ്ഥാനത്താണ്. മുൻ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിനാവട്ടെ ഇതുവരെ വിജയത്തിന്റെ മധുരം നുണയാനുമായിട്ടില്ല. 2 പോയിന്റ് മാത്രമുള്ള ടീം ഇപ്പോൾ 17-ാം സ്ഥാനത്താണ്. ഇറ്റാലിയൻ ലീഗിൽ തുടക്ക മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 2 ജയങ്ങൾ വീതം നേടി നപ്പോളി, യുവന്റസ്, ക്രിമോൺസെ, റോമ ടീമുകൾ മുന്നിട്ട് നിൽക്കുന്നു. ഫ്രഞ്ച് ലീഗിൽ PSG അപ്രമാദിത്വം തുടരുന്നു. 3 ജയവുമായി ചാമ്പ്യന്മാർ മുമ്പിലുണ്ട്. രണ്ടാമതിലുള്ള ലിയോണിന്റെ തുടക്കവും തകർപ്പനാണ്. ഇതുവരെ ഒറ്റ ഗോളും വഴങ്ങിയിട്ടില്ലാത്ത ടീമിനുമുണ്ട് 9 പോയിന്റ്. ലീഗ് 1-ൽ കിരീടപ്പോര് കനക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. ജർമ്മൻ ലീഗായ ബുണ്ടസ് ലീഗയിലെ വിശേഷങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ വാരത്തിലെ റൗണ്ട് അപ്പ് അവസാനിപ്പിക്കാം. അവിടെ 2 കളികളിൽ നിന്ന് 6 പോയിന്റുകൾ സ്വന്തമാക്കിയ ബയേൺ മൂണിക്കും ഐൻട്രാക്കും കോണും മുന്നിലാണ്. 4 പോയിന്റുള്ള ബൊറൂസിയ ഡോട്ട്മുണ്ട് ഇപ്പോൾ 4-ാമതാണ്. ഫുട്ബോളിൽ, ഹോക്കിയിൽ, ക്രിക്കറ്റിൽ, ടെന്നീസിൽ എല്ലാം വമ്പൻ മത്സരങ്ങളുടെ ആഴ്ചയാണ് ഇനി വരാനുള്ളത്. നമുക്ക് കാതോർക്കാം, കാത്തിരിക്കാം. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നന്മേനി.